ഗോപി എന്നാ ചെക്ക് ഗോപി വരച്ചോ. 2 മുഴം കയർ കിട്ടുമെന്ന് നോക്ക്. കയറെന്തിന്? തൂങ്ങിച്ചാവാൻ. വിഷം മേടിക്കാൻ കാശില്ലല്ലോ. എടേ എന്റെ നിന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുകയാണെന്ന്. ഫ്രീസ് ചെയ്യാനോ? ആര്? നമ്മൾ കാരണമാണ് തല്ലുകൊണ്ടെന്ന് പറഞ്ഞ് റെസ്റ്റോറന്റ് ഓണർ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്തിരിക്കുക. ഇനിയിപ്പോ കേസ് വിധിയാവുന്നവരെ നമുക്ക് കാശെടുക്കാനൊക്കെയല്ല. നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് കോടതി വിധിയെങ്കിൽ നമ്മുടെ കാശ് എന്നേക്കുമായി നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചാൽ മതി. ഭഗവാനെ, അപ്പോ ഇതാണ് സോഷ്യൽ സർക്കംസ്റ്റൻസസ്. ഒരു വ്യക്തി അവന്റെ ചുറ്റുപാടുകൾ പ്രഷറൈസ് ചെയ്തു ഉണ്ണാനും ഉടുക്കാനും നിവൃത്തിയില്ലാതെ വരുമ്പോഴാണ് ഒരു വ്യക്തി ആന്റി സോഷ്യൽ എലമെന്റായി മാറുന്നത്. ഇനി എത്ര തെണ്ടിയാലാണ് ഒരു കൂലിപ്പണിയെങ്കിലും കിട്ടുക എന്ന് പറയാൻ പറ്റില്ല. പണി കിട്ടുന്നവരെ നമ്മുടെ ജീവനെ പൊക്കിപ്പിടിച്ച് നിർത്താൻ എന്താണ് ഒരു വഴി? നേരായിട്ടുള്ള ഒരു മാർഗവും ഞാൻ കാണുന്നില്ല. ആത്മഹത്യ ചെയ്യുന്നില്ല എന്നാണെങ്കിൽ ചില ഉറച്ച തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. എന്ന് വെച്ചാൽ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാം എളുപ്പമാണ്. നിനക്കറിയാലോ, ഈ രാജ്യം വളരെ വളരെ സമ്പന്നമാണ്. അതിന് എന്നാൽ പണത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ക്രൈം നടക്കുന്നതും ഇവിടെ തന്നെയാണ്. ക്രിമിനൽസിന് കുറെ കൂടി സംരക്ഷണം ഉണ്ടടാ. നീ പറയുന്നതൊന്നും എനിക്ക് പിടികിട്ടുന്നില്ല. എടാ, പിടിച്ചു പറയും മോഷണമല്ലാതെ വേറെ മാർഗമില്ലെന്നാ ഞാൻ പറഞ്ഞു വരുന്നത്. അയ്യോ, അതേടാ, ദ ലാസ്റ്റ് റിസോർട്ട് ഓഫ് എ സ്കൗണ്ടർ. സുരേന്ദ്ര, I need a room. How many days you're going to stay with us? It depends. 1 day, 2 days, 1 week. Somehow I have to finish my work here. Okay. Yeah. Your good name, sir? Krishnan. No. Akira Kurosawa. Akira? Akira Kurosawa. Kurosawa. Yeah. Your nationality, sir? Nationality? Filipino. Filipino? Yeah. Oh, you're from Philippines? Ah. Okay. Purpose of visit? Killing. Killing. What? You see? Killing the mosquitoes. Mosquitoes. I want to kill all the mosquitoes in the world. I am here to do a research on the subject, mosquito killing. That's fine. Yep. Your room will be 213. Thank you. You're welcome. സുരേന്ദ്ര, മോഷണം എനിക്ക് തീരെ പരിചയമില്ല. പട്ടിണി കിടന്ന് പരിചയമുണ്ടോ? ഇല്ല. രണ്ടിലൊന്നും തീരുമാനിക്കും. മോഷണം വേണോ പട്ടിണി വേണോ? എന്നാ വാ. സുരേന്ദ്ര, അകത്തായാൽ ഈശ എന്റെ കൈയും കാലും മറയ്ക്കുന്നു. നഷ്ടപ്പെടാൻ നമുക്കൊന്നും ഇല്ലടേ, നീ വാ. അയ്യോ, ചേടാ, ഓടിക്കോ. Hey, stop there. Come here. Who are you? I am staying in 213. No. Yes. No, that's a Filipino man staying in 213 with long hair and a big mustache. Long hair, big mustache. ഞാൻ തന്നെ ഇവരെ എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കുക? That is me. No, that's not you. Go away, man. I want to go to my room. Security! Throw this man out. He looks dangerous and tricky. Come on, man. Get out. Hey, I am staying here. No, you're not. You don't go, we'll call the police. Hey, leave me and my money. My bag. അയ്യേ, ഇതിനകത്ത് ഈ മുടിയും മീശയും പിന്നെ അണ്ടർവെയർ മാത്രമേ ഉള്ളൂ. ദരിദ്രവാസി. ഈശ്വര, ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആയല്ലോ.
എടുത്ത് കള അയാളുടെ കൂറ ചെട്ടി. ഒരൊറ്റ $1 പിന്നെ എങ്ങനെ ഈ അലവിലാതി 5 സ്റ്റാർ ഹോട്ടലിൽ കയറി താമസിക്കുന്നത്? പാവി എല്ലുന്നിടം പാതാളം. നിനക്ക് 7:30 ശനിയാണെന്നുള്ള കാര്യം ഉറപ്പായേ. ഇതുണ്ടോ? എന്തോ? KP കൃഷ്ണൻ നായർ, IPS, കമ്മീഷണർ ഓഫ് പോലീസ്, മദ്രാസ്. നായർ മലയാളി. ചുമ്മാ നല്ല പെട്ടിക്കകത്ത് $1 പോലും ഇല്ലാഞ്ഞത്. അലവലാതി. ഇയാളെന്തിനീ മീശാൻ വിക്കും പെട്ടിയിലിട്ട് നടക്കുന്നത്? ചിലപ്പോ വല്ല വിഗ് കച്ചവടക്കാരനും ആയിരിക്കും. കസ്റ്റമേഴ്സിന് സാമ്പിൾ കാണിക്കാൻ വന്ന് താമസിക്കായിരിക്കും. പോടാ. IPS കാരൻ ബിഗ് കച്ചവടത്തിന് ഇറങ്ങേണ്ട ആവശ്യം? യവന് കിട്ടുന്ന ശമ്പളം കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ലായിരിക്കും. യവന്റെ ഭാര്യ ധാരാളിയായിരിക്കും. അവർക്ക് സാരി വാങ്ങിക്കാനും ക്ലബിൽ പോകാനും ചെറുപ്പക്കാരുമായിട്ട് കെട്ടിമറിയാനും യവന്റെ ശമ്പളം തികയുന്നില്ലായിരിക്കും. ചെറുപ്പക്കാരുടെ കൂടെ കെട്ടി പറഞ്ഞ അമ്മൂമ്മയുടെ ഇവരെ അടിക്കേണ്ട ആവശ്യം. അയ്യോ പോയി. അയ്യോ എടാ, കള്ളന്മാരെയും റൗഡികളെ ഇടിച്ചു നിരത്താനേ ട്രെയിനിങ് എടുത്തിട്ടുള്ളവനാ ഞാന്. എടാ, തമിഴ്നാട് വിറപ്പിച്ച കോടമ്പക്കം പൊന്നിച്ചാമിയെ ഒറ്റയടിക്ക് പപ്പടമാക്കിയിട്ട് മെഡൽ വാങ്ങിച്ചിട്ടുള്ളവനെ ഞാൻ. 1000കണക്കിന് മൈല് താണ്ടി അമേരിക്ക വന്നിട്ട് മോട്ടിച്ചാൻ ഇറങ്ങിയിരിക്ക. നിന്നെ പോലുള്ള ചെറ്റ മലയാളികൾ കാരണം മാന്യന്മാർക്ക് വിദേശത്ത് തലയുയർത്തി നടക്കാൻ വയ്യ. അയ്യോ കൊല്ലല്ലേ സാറേ. സാറേ, ഞങ്ങൾ കള്ളന്മാരല്ല. ഒത്തിരി പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിട്ട് വന്ന് കഠിനാധ്വാനം ചെയ്ത് അന്തസ്സായിട്ട് ജീവിച്ചവരാ. ഒരു കുറ്റവും ചെയ്യാത്ത ഞങ്ങൾക്ക് ഇപ്പൊ കിടക്കാൻ ഒരു ഇടമില്ല. ഒരു കാലി ചായ കുടിക്കാൻ പാങ്ങില്ല. സാറ് പറഞ്ഞത് നേരാ, മലയാളികളുടെ കൂട്ടത്തിൽ ചെറ്റകളുമുണ്ട്. അങ്ങനെയുള്ള 2 ചെറ്റകൾ കാരണമാണ് ഞങ്ങൾ ഇന്നേക്കെതിരായത്. മര്യാദയ്ക്ക് റോഡിൽ കൂടെ നടന്നു പോകുമ്പോ ഒരു കാർ വന്ന് മുമ്പിൽ നിൽക്കുക, ഞങ്ങൾ രണ്ടുപേരും അതിനകത്ത് പിടിച്ചിട്ടുണ്ട് പോവുക. പിന്നെ തൃശൂർ പൂരത്തിന് അമിട്ട് പൊട്ടുന്നതൊക്കെ തകർപ്പൻ ഇടിയ. ഹൂ ഈസ് രാംദാസ്? ഹൂ ഈസ് വിജയൻ? ഹൂ ഈസ് അവന്റെ അമ്മയുടെ CID? അങ്ങനെ കുറെ ചോദ്യങ്ങളാ. ഞങ്ങൾ എന്ത് പിഴച്ചു? സിനിമയിലല്ല, ജീവിതത്തിൽ ഞങ്ങൾ ഒരു CID കണ്ടിട്ടില്ല സാർ. ഞങ്ങൾ എന്ത് ചെയ്യും? രാംദാസ് ആൻഡ് വിജയൻ. അതെ സാറേ, സായിപ്പുമാര് പറയുന്നത് ഞങ്ങൾ CID രാമദാസൻ CID വിജയനുമാണെന്നാണ്. CID രാംദാസ് ആൻഡ് വിജയൻ. സാറിന് അവന്മാരെ അറിയാമോ? അറിയാമെന്നോ? കൊള്ളാം. എന്റെ ജീവൻ തകർത്ത് അവരെ അറിയാമെന്നോ? എന്റെ ജോലി കളിച്ച അവന്മാരെ ഞാനല്ല, പിന്നെ ആരാ അറിയുന്നത്? കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് സത്യം പറയാമല്ലോ. ഭാരത സർക്കാരിന്റെ 5 ലക്ഷം രൂപ തുലച്ചു കളഞ്ഞ എംബോക്കുകളെ കൊന്നു കൊലവിളിക്കാനായിട്ടാ ഈ വിഗ്ഗും മീശയൊക്കെ ഞാൻ അമേരിക്ക വന്നത്. അപ്പൊ നമ്മൾ 2 തോണി സഞ്ചരിക്കേണ്ടവരല്ല. അല്ലേ അല്ല. അപ്പൊ സാറേ, ശരിക്കും പറഞ്ഞ ഈ സമാഗം ഒരുക്കി തന്നത് ദൈവം തന്നെ. സംശയമില്ല. ഇനി എനിക്കറിയേണ്ടത് ഒന്നേ ഉള്ളൂ, ആ 2 അവന്മാരെയും കൊല്ലാൻ നിങ്ങൾ എന്റെ കൂടെ നിൽക്കുവോ? അയ്യോ സാറേ, ആ ദ്രോഹികളെ ചുമ്മാ കാണിച്ചെന്നാ മതി, ബാക്കി ഞങ്ങൾ ഏറ്റ്. Okay. Listen. Number 1, we have to plan a detailed operation. And number 2,